കേരളപ്പഴനി എന്നറിയപ്പെടുന്ന എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയക്കാവടി മഹോത്സവം നടന്നു. ബാലരാമപുരം വലിയ വിളാകം ശ്രീ മുത്താരമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ആറുമുഖ വിഗ്രഹ എഴുന്നള്ളത്തിലും കാവടി ഘോഷയാത്രയിലും മുത്തുക്കുട, പുഷ്പക്കാവടി, പീലിക്കാവടി, വേൽക്കാവടി തുടങ്ങിയ വിവിധ കാവടികളും തെയ്യം, ശിങ്കാരിമേളം തുടങ്ങിയ വിവിധ നാടൻ കലാരൂപങ്ങളും താളമേളങ്ങളും അണിനിരന്നു. ഘോഷയാത്ര കടന്നുവരുന്ന സ്ഥലങ്ങളിൽ അലങ്കാരങ്ങളും തട്ടനിവേദ്യങ്ങളും നൽകിയാണ് ഭക്തർ സ്വാമിയെ സ്വീകരിച്ചത്. ആറുമുഖ വിഗ്രഹ എഴുന്നള്ളത്തും കാവടി ഘോഷയാത്രയും ബാലരാമപുരം റെയിൽവേ ക്രോസിൽ എത്തിച്ചേർന്നപ്പോൾ തലയിൽ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്ര ആറാട്ടുകടവിൽ നിന്നും ആറാടി വന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയും കൂടിച്ചേർന്ന് എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് അഭിഷേകവും നടന്നു. എല്ലാ വർഷവും തൈപ്പൂയത്തിനാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഈ വർഷവും 2-ാം തീയതി മുതൽ ഇന്ന് 11-ാം തീയതി തൈപ്പൂയം വരെ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്തി. അതിൽ ഞങ്ങൾ ട്രസ്റ്റ് അംഗങ്ങളും ഇതിലുള്ള നാട്ടുകാരും നല്ല രീതിയിൽ എല്ലാവരും നല്ല സഹകരണത്തോടുകൂടി നടന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. കേരള പളനി എന്നറിയപ്പെടുന്ന എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയക്കാവടി മഹോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. തൈപ്പൂയക്കാവടി രാവിലെ ബാലരാമപുരം മുത്താരമ്മ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച് ബാലരാമപുരം വഴി തലയിൽ മേജർ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് ഘോഷയാത്ര, കാവടി ഘോഷയാത്രയോട് ചേർന്ന് ഇന്ന് 12:30 എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അഭിഷേകം നടത്തി ഇന്നിപ്പോൾ കാവടി കൊടിയിറക്കി കാവടി ഘോഷയാത്ര സമാപിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ച് ഷഷ്ടിവിളം ഒരു പ്രധാന ഘടകമാണ്. ഷഷ്ടിവിളം നോക്കുന്ന മറ്റ് പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഷഷ്ടിവിളം നോക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിലെ ഷഷ്ടിവിളം നോക്കുന്നതിന് ഇവിടുത്തെ സ്ത്രീജനങ്ങൾക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട്. ഇവിടെ നമ്മൾ 20 രൂപ വാങ്ങിക്കൊണ്ടൊരു പൊതിച്ചോറ്, ഷഷ്ടിവിളത്ത് 100 രൂപ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഘോഷയാത്രകളെല്ലാം എടുത്തു പറയേണ്ടത് ഈ ഭഗവാന്മാരെ തേരിലേറ്റുന്നത് 10 ദിവസവും വ്രതം നോക്കിയ നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസത്തിൻ്റെ പുറത്ത് ഏകദേശം 75ഓളം ഭക്തർ തന്നെയാണ് ഈ വിഗ്രഹത്തെ ഈ മലയിൽ നിന്ന് ഇറക്കുകയും കൊണ്ട് കയറുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടും ഓരോ വർഷം കഴിയും തോറും ഈ ഉത്സവക്രമങ്ങളിലും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിലും എല്ലാത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ട് ഈ നാടിന് ചൈതന്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമായി നമ്മുടെ ദേവാലയം മാറുകയാണ്. നിരവധി ഭക്തജനങ്ങളാണ് കാവടി ഘോഷയാത്രയിലും മറ്റ് പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. GTV ന്യൂസ്, ബാലരാമപുരം.